നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 777 777. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 777. വാനപ്രസ്ഥവും സന്യാസവും. വാനപ്രസ്ഥവും സന്യാസവും. അപ്പം മുഴുവനായി ബ്രഹ്മചാരിനെ പറ്റിയിട്ട് പറഞ്ഞു, ഗൃഹസ്ഥാശ്രമിനെ പറ്റി പറഞ്ഞു. ഇപ്പോൾ വാനപ്രസ്ഥവും സന്യാസവും എന്താ എന്നാണ് പറഞ്ഞത്. 42-ാം സർഗം. അപ്പം 41-ാം സർഗം അവസാനത്തെ ശ്ലോകം 52. വെറും ഗൃഹാസക്തിയിലാണ്ടു മുങ്ങി വിർമൂടനാം മാനുഷൻ ഇപ്രകാരം ഭാര്യാതയെ തന്നെ നനച്ചു വാഴിയിൽ അജ്ഞാതമാം കൂരിരുളിൽ വീഴും. ഇതിനെ പ്രസൻറ്റ് ജനറേഷൻ ആക്സെപ്റ്റ് ചെയ്താൽ അവർക്ക് നന്ന്. ഇതൊക്കെ കുട്ടിക്കാലത്ത് പഠിക്കണം. 6, 8, 10, 12 വയസ്സിൽ പഠിക്കുന്ന വേണം. അപ്പോൾ ഈ 42-ാമത്തെ സർഗത്തിന് എന്താ പറയണത്? വാനപ്രസ്ഥാശ്രമം പോകാനാശിപ്പോൻ ധർമ്മപത്നിയെ മക്കൾ തൻ കയ്യിലേൽപ്പിച്ചോ തികവേന്തുകിൽ. വേവ് ലെങ്ത് മാച്ച് ചെയ്തിട്ട് ഭർത്താവിനെ പോലെ വിരക്തി വന്നാൽ ഭർത്താവിനെ അനുഗമിക്കാം കാട്ടിലേക്ക്. വാനപ്രസ്ഥാശ്രമം പോകാനാശിപ്പോൻ ധർമ്മപത്നിയെ മക്കൾ തൻ കയ്യിലേൽപ്പിച്ചോ വൈരാഗ്യത്തികവേന്തുകിൽ ഒപ്പം താൻ കൂട്ടിയോ കാട്ടിലത്രയും ഭക്തിപൂർവകം ജീവിതത്തിൻ്റെ 3-ാമതായ ഭാഗം നയിക്കണം. ജീവിതത്തിൻ്റെ 3-ാമത്തെ ഭാഗമാണ് ഏത്? വാനപ്രസ്ഥം. അപ്പോൾ ശ്രീരാമൻ സീതാ ഭഗവതീനെ കൂടെ കൊണ്ടുപോകാൻ കാരണം എന്താ? ആവശ്യമാണത്. പോട്ടെ. 2-ാമത്തെ ശ്ലോകം. 3-ാമത്തെ ശ്ലോകം. ശുദ്ധമാം കായ്കനികളും മറ്റുമായി ഉപജീവനം കഴിച്ചുകൊള്ളണം. മാന്തോൽ മരത്തോൽ മുതലായവ. മാനിൻ്റെ തോലോ മരത്തോലോ നാണം മറിക്കാൻ ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞത്. ശുദ്ധമാം കായ്കനികളും മറ്റുമായി ഉപജീവനം കഴിച്ചുകൊള്ളണം. മാന്തോൽ മരത്തോൽ മുതലായവ ചുറ്റിടാം. കേശരോ മാതി വെടുപ്പാക്കേണ്ടതില്ലെനി. തലമുടി ജീവിത, താടി വളർത്തുക, ചീർപ്പില്ലാത്ത ജീവിതമാണ് അർത്ഥം. ചുറ്റിടാം കേശരോ മാതി വെടുപ്പാക്കേണ്ടതില്ലെനി. പല്ലിൻ വെളുപ്പ് നോക്കേണ്ട മുങ്ങണം 3 നേരവും. 3 നേരം സൂര്യഗായത്രി ജപിച്ച് മുങ്ങി കുളിക്കണം. കിടപ്പാൻ നിലമാം. കാട്ടിലേ അതാണ് ഒരു മനുഷ്യൻ വിരക്തി വരുന്നത് അവിടെയാണ്. കിടപ്പാൻ നിലമാം 4 പാടും തീയിട്ടുകൊള്ളണം. വന്യമൃഗങ്ങൾ വരാണ്ടിരിക്കാൻ 4 പാടും തീയിട്ടുകൊള്ളണം. മേൽഭാഗം സൂര്യനീ വണ്ണം ചൂടേൽപ്പാൻ അഭ്യസിക്കണം. അതാണ് പഞ്ചാഗ്നി മധ്യേ. കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്, മുകളിലും. കിടപ്പാൻ നിലമാം 4 പാടും തീയിട്ടുകൊള്ളണം. മേൽഭാഗം സൂര്യൻ ഈ വണ്ണം ചൂടേൽപ്പാൻ അഭ്യസിക്കണം. വേനൽക്കാലത്തിൽ വർഷത്തിൽ മഴ കൊള്ളാനും ആ വിധം. വെള്ളത്തിൽ മുങ്ങുക, മഴയുള്ളപ്പോൾ വെള്ളത്തിൽ മുങ്ങുക. മഴ കൊള്ളാനുമാവിധം മഞ്ഞുകാലത്തും വെള്ളത്തിൽ കഴുത്തോളം ഇറങ്ങിയും. മഞ്ഞുകാലത്ത് കഴുത്തോളം അതാണ് സാധന. അതാണ് ഇപ്പോഴും ഹിമാലയ സാനുക്കളിൽ ആൾക്കാർ താമസിക്കേണ്ടതെന്നൊക്കെ പറയണത് ഇതേപോലെയാണ്.
കഴുത്തോളം ഇറങ്ങിയും തപസ്സു ചെയ്തു കൊള്ളേണം വാനപ്രസ്ഥാശ്രമാർത്ഥികൾ തീയിൽ വേവിച്ചതും താനേ പഴുത്തതും അതേവിധം കുത്തിപ്പൊടിച്ചതും മറ്റും വനസ്തന്നു ഭുജിച്ചിടാം. തീയിൽ വേവിച്ചതും താനേ പഴുത്തതും അതേവിധം കുത്തിപ്പൊടിച്ചതും മറ്റും വനസ്തന്നു ഭുജിച്ചിടാം. തനിക്കു വേണ്ടും വസ്തുക്കളെല്ലാം താൻ തന്നെ നേടണം. ഒരാൾ സഹായിക്കാണ്ടാവില്ല. അവരവരുടെ കാര്യത്തിന് അവരവരെന്നെ വേണം. അതും നാളേക്കും മറ്റന്നാളേക്കും എന്നോർത്തു വയ്ക്കല. നാളേക്കും മറ്റന്നാളേക്കും ഒന്നും കരുതി വെക്കരുത്. അന്നന്നത്തെ ആഹാരം കഴിഞ്ഞാൽ കയ്യെ കഴുകിയിട്ട് മുണ്ടാണ്ട് കിടന്നോളാം, നാമം ചൊല്ലിക്കോളാം. അടുത്ത ദിവസം വീണ്ടും സമ്പാദിച്ചോളാം. ഒട്ടൊട്ട ഈ നിയമം നീക്കാം ദേശകാലാനുകൂലമായി. ദേശവും കാലവും അനുകൂലമാവുമ്പോൾ ചെറിയ ചെറിയ മാറ്റമൊക്കെ വരുത്താം. കാട്ടിലെ തിനയും മറ്റും കൊണ്ടാണ് അഗ്രയാണാദികൾ. കാട്ടിലെ തിന, മുളയുടെ അരിക്കാണ് തിന എന്ന് പറഞ്ഞത്. കാട്ടിലെ തിനയും മറ്റും കൊണ്ടാണ് അഗ്രയാണാദികൾ നിർവഹിക്കേണ്ടത്, അല്ലാതൊരു അണുവും ഹിംസ ചെയ്യല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹിംസ ചെയ്തിട്ട് ഒന്നിനെയും കഴിക്കരുത്, വയറ് നിറയ്ക്കരുത്. അഹിംസാപരമോ ധർമ്മ, അതാണ് സനാതനധർമ്മത്തിൻ്റെ നാരായ വേര്. അതിൽ നിന്ന് തരം താണാൽ നമ്മൾ മൃഗങ്ങളായി. പിന്നെ നമ്മൾ ഭസ്മം തേച്ചിട്ടോ പൊന്നാട ചാർത്തിപ്പിച്ചിട്ടോ കൊടിമരം നാട്ടിയിട്ടോ കട്ട്ള വാഗ്ദാനം ചെയ്തിട്ടോ ഒന്നും യാതൊരു കാര്യമില്ല. മനസ്സിലായോ? അപ്പോൾ ഒരണുവും ഹിംസ ചെയ്യലാം. പിന്നെ ഹോമവും ബലിയും മറ്റും ചാതുർമാസാദി സർവവും. മഴക്കാലത്ത് 4 മാസം, അതിനാണ് ചാതുർമാസം എന്ന് പറഞ്ഞത്. ഹോമവും ബലിയും മറ്റും ചാതുർമാസാദി സർവവും മുമ്പത്തെ മാതിരി തന്നെ ചെയ്തിടണം. അതാം വിധി. ഗൃഹസ്ഥാശ്രമത്തിൽ ചെയ്തിരുന്ന പോലെ തന്നെ വാനപ്രസ്ഥത്തിലും ചെയ്യണം. ഈ മട്ട് ഉഗ്രതപോ നിഷ്ഠൻ അസ്തി മാത്രൻ മഹാമുനി. അപ്പോൾ മാംസളൊക്കെ ശരീരത്തിൻ്റെ മാംസള ഭാഗങ്ങളൊക്കെ നശിച്ച് എല്ലും തോലാവും. അതാണ് ഉദ്ദേശം. ഈ മട്ട് ഉഗ്രതപോനിഷ്ഠൻ അസ്ഥിമാത്രൻ മാമുനി ഋഷിലോകം വഴിക്കെന്നെ അണഞ്ഞിടും അസംശയം. ഭഗവാനെ പ്രാപിക്കാൻ പറ്റിയ ഒരു മാർഗമാണ് വാനപ്രസ്ഥാശ്രമം. തപസ് ഇത്രയും ആർന്നിട്ടും തുച്ഛകാമങ്ങൾ ഓർക്കുകയിൽ. അപ്പോൾ സീരിയസ് ആയിട്ടുള്ള തപസ് ചെയ്തിട്ടും തുച്ഛ സുഖങ്ങൾ ഓർത്താൽ അവനേക്കാൾ മഹാനിന്നാരുണ്ട് ഉലകിൽ ഓതുവാൻ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ നന്മ ചെയ്തിട്ട് പിന്നെ തുച്ഛ സുഖങ്ങളെ മനസ്സിൽ വെച്ച് നടന്നാൽ അത് ഇത്തിക്കണ്ണി മാതിരി നമ്മുടെ മനസ്സിനെ കാർന്ന് ഈശ്വരോപാസനയ്ക്ക് ഗതിയില്ലാതെ ഉണ്ടാക്കി തരും. വനസ്ഥൻ ജരയാൽ ഒന്നും ചെയ്യാൻ വയ്യാതെയാവുകിൽ. ജര ബാധിച്ച് ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സമയം വന്നാൽ അഗ്നിഭാവനയാൽ ആത്മാവിൽ ഉജ്ജ്വലിപ്പിച്ചു കേവലം എന്നെ ധ്യാനിച്ചുകൊണ്ട് അഗ്നിപ്രവേശം ചെയ്തു കൊള്ളണം. അഗ്നിദേവനെ സ്മരിച്ച് ശരീരത്തിൽ നിന്ന് അഗ്നി ഉണ്ടാക്കിയിട്ട് ഈ ശരീരം അതിൽ വേവിക്കണം എന്നാ, വെന്ത് പോകണം. അപ്പോൾ അവിടേക്ക് എത്തും, നാരായണിലേക്ക് എത്തും. ഇങ്ങനെയാണ് പണ്ടത്തെ ഋഷിവർഗ ആൾക്കാർ ചെയ്തിരുന്നത്. മനസ്സിലായോ? അപ്പോൾ വനസ്ഥൻ ജരയാൽ ഒന്നും ചെയ്യാൻ വയ്യാത്തതാവുകിൽ അഗ്നിഭാവനയാത്മാവിൽ ഉജ്ജ്വലിപ്പിച്ചു കേവലം എന്നെ ധ്യാനിച്ചുകൊണ്ട് അഗ്നിപ്രവേശം ചെയ്തു കൊള്ളണം. കർമ്മമൂലകമാം സ്വർഗലോകാദികളിലെത്രയും. കർമ്മം കൊണ്ടാണ് ബാക്കി മോക്ഷം വേണോ സ്വർഗം വേണോ മടങ്ങി വരണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. വൈരാഗ്യം ഉളവായെങ്കിൽ വേഗം സന്യാസമാർന്നിടാം. വാനപ്രസ്ഥാശ്രമത്തിൽ വൈരാഗ്യം ഉളവായെങ്കിൽ വേഗം സന്യാസമാർന്നിടാം. വിധി പോലെ എന്നെ അർച്ചിച്ചും എല്ലാം ഋത്തിക്കിന്, അതായത് നമ്മൾക്ക് വേണ്ടി മന്ത്രങ്ങൾ ഉച്ചരിച്ച് ഹോമങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ ദാനം ചെയ്യാം.
വൈരാഗ്യമുളവായെങ്കിൽ വേഗം സന്യാസമാർന്നിടാം, വിധി പോലെ എന്നെ അർച്ചിച്ച് എല്ലാം ഋത്തിക്കിനേകിയും സർവവും കൈവെടിഞ്ഞ് എന്നെ ആശ്രയിക്കണം മാവിധം. എല്ലാം സമ്പാദിച്ചതൊക്കെ മഹാബലിനെ പോലെ എല്ലാം ഭഗവാന് തിരുമുൽക്കാഴ്ച വെച്ച് നമസ്കരിക്കുക. അപ്പോൾ ഭഗവാൻ ഒന്ന് അണച്ചു പിടിക്കും, അതോടുകൂടി കാര്യം കഴിയും. അപ്പോൾ സന്യസിക്കിൽ അവൻ നേർ കണ്ടെത്തും എന്നെ. അപ്പോൾ സർവവും കൈവടിഞ്ഞെന്നെ ആശ്രയിക്കണം മാവിധം. സന്യസിക്കിൽ അവൻ നേർ കണ്ടെത്തും എന്നോർത്തു ദേവകൾ. ഭാര്യയും മറ്റുമായി വന്നു പല വിഘ്നങ്ങൾ ചെയ്തിടും. ഈ ദേവകൾക്ക്, ദേവന്മാർക്കും ഈശ്വരനും വ്യത്യാസമുണ്ട്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ്സാണ് ദേവന്മാർ. അപ്പോൾ ദേവന്മാർക്ക് നമ്മൾ ഹവിസ് കൊടുക്കാതെ കണ്ടായാൽ അവരെന്ത് ചെയ്യും? മായയെ നമ്മളിൽ പ്രവേശിപ്പിക്കും. അപ്പോൾ കാല് ഒഴിയാൻ ഒരു ഭാര്യ ഉണ്ടായ തർക്കമില്ല എന്നൊക്കെ തോന്നി ഭാര്യേനെ കൊണ്ടുവന്ന് തരും. അപ്പോൾ അതോട് കൂടിയിട്ട് പിന്നെ മനനം ചെയ്യൽ നിൽക്കും, ഈശ്വരനെ ധ്യാനിക്കണം നിൽക്കും. അത് കാലക്കേടായിട്ട് വരും. അപ്പോൾ ഭാര്യയും മറ്റുമായി വന്നു പല വിഘ്നങ്ങൾ ചെയ്തിടും, അതൊന്നും വകവയ്ക്കാതെ സന്യസിക്കും നരോത്തമൻ. ഉത്തമനായിട്ടുള്ളവൻ എല്ലാവർക്കും വേണ്ടതൊക്കെ ചെയ്ത് തന്നെ രക്ഷപ്പെടാൻ നോക്കും. ത്രിദണ്ഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വടിയിൽ വൈ പോലെ ഒരു വടി ഉണ്ടാവും, കൈ ഇങ്ങനെ വയ്ക്കാൻ പറഞ്ഞു. പക്ഷേ ത്രിദണ്ഡവും കിണ്ടിയും അല്ലാതൊന്നും കയ്യിൽ വെക്കല, മരുന്നും ഭാണ്ഡവും മറ്റും മാനാപത്തിലും അപമാനം വരുമ്പോഴും എടുക്കാൻ പാടില്ല, ഭാണ്ഡം ഉണ്ടാവാൻ പാടില്ല. കൗപീനം മൂടുവാൻ മാത്രം ഒരു വസ്ത്രം ധരിച്ചിടാം. അതായത് നാണം മറയ്ക്കാൻ ഒരു കൗപീനം, കോമണം എന്നൊക്കെ പറയും. കൗപീനം മൂടുവാൻ മാത്രം ഒരു വസ്ത്രം ധരിച്ചിടാം. മുൻനോക്കിയേ നടക്കണം, മരിച്ചേ നീർ കുടിക്കണം. മുൻനോക്കിയേ നടക്കണം, അരിച്ചേ നീർ കുടിക്കണം. മരിക്കലല്ല കേട്ടോ, സോറി. വെള്ളം പുഴയെന്നാണെങ്കിലും അല്ല തോത്തമുള്ള അരിച്ചു കുടിക്കണം. അതാണ് ഓക്സിജൻ ഉണ്ടാവാൻ കരടുകൾ പാടില്ലല്ലോ. അപ്പോൾ മുൻനോക്കിയേ നടക്കണം, അരിച്ചേ നീർ കുടിക്കണം. മരിച്ചിട്ടല്ല, അരിച്ചേ. ചിന്തിച്ചേ ചെയ്യണം, നേരിൽ മിന്നിച്ചേ ചൊല്ലണം മൊഴി. എന്തൊക്കെ ഉപദേശങ്ങളാണ് ഭഗവാൻ ഉദ്ധവർക്ക് കൊടുക്കുന്നത്. ചിന്തിച്ചേ ചെയ്യണം, നേരിൽ മിന്നിച്ചേ ചൊല്ലണം മൊഴി. പ്രാണായാമം കാമ്യകർമ്മത്യാഗം. ത്യാഗം എന്ന് പറയുന്നതാ, എനിക്ക് വീട് വേണം, എനിക്ക് കാറ് വേണം, എനിക്ക് വെളുത്ത പെൺകുട്ടി വേണം, കറുത്തതായാലും കുഴപ്പമില്ല, പാക്കേജ് നന്നായാൽ മതി എന്നൊക്കെയുള്ള കാമ്യകർമ്മങ്ങളെ ത്യജിക്കണം. അതാണ് ഭാഗവതം പറഞ്ഞത്. പക്ഷെ ഇതറിയാണ്ട് ആചാര്യന്മാരും നടത്തിപ്പുകാരും എന്ത് ചെയ്യണു? ഉണ്ണിയൂട്ടും രുക്മിണി സ്വയംവരും പറ നിറയ്ക്കലും എന്തൊക്കെയുണ്ട് അതിനൊക്കെ പൂജാ സംവിധാനത്തിൽ കൂടെ കാമ്യമാണ്. അതാണ് ഇന്നത്തെ കാലത്ത് ഒന്നും അറിയാത്തവരാണ് ഇതൊക്കെ ചെയ്യണതെന്ന് പറയാൻ കാരണം. കാമ്യകർമ്മത്യാഗം മൗനവും എന്നിയേ മനസ്സും ദേഹവും വാക്കും മടങ്ങാൻ എത്രയും പണി. ഇവ മൂന്നും മടങ്ങാകിൽ ത്രിദണ്ഡം കയ്യിലെന്തിനാം. സ്വന്തം കാര്യഗൗരവം മനസ്സ് നടത്തണില്ലെങ്കിൽ പിന്നെ ഈ ത്രിദണ്ഡം ഉണ്ടായിരുന്നെങ്കിൽ യാതൊരു കാര്യമില്ല എന്നാണ് പറഞ്ഞത്. മനസ്സും ദേഹവും വാക്കും അടങ്ങാൻ തന്നെയാണ് കേട്ടോ. അടങ്ങാൻ എത്രയും പണിയാണ്. ഇവ മൂന്നും അടങ്ങായിൽ ത്രിദണ്ഡം എന്തിനാം. 4 വർണ്ണത്തോടും നിന്ദനല്ലെന്നാൽ ഭിക്ഷ വാങ്ങിടാം. 4 വർണ്ണത്തോടും ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്രന്മാരോട് ആരോട് വേണമെങ്കിലും നിന്ദ്യനല്ലെങ്കിൽ പെശകുള്ളവൻ്റെ എന്ന് വാങ്ങരുത്. നിന്ദ്യനല്ലെന്നാൽ ഭിക്ഷ വാങ്ങിടാം. ചെല്ലാം 6-7 മാത്രം ഇത്രയെന്നെങ്ങും ഓർക്കൊലാം. 6-7 പോയി ഭിക്ഷാം ദേഹി എന്ന് പറയാം. ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ അന്നൊന്നും വാങ്ങരുത്, പിന്നെ നടക്കരുതെന്നാ.
ചെല്ലാം 6-7 മാത്രം ഇത്രയെന്നങ്ങു നോക്കൊല ഉള്ളതിൽ തൃപ്തി കൊള്ളേണം. കിട്ടിയതിൽ സന്തോഷിക്കുക, കിട്ടാത്തതിൽ പരിഭവിക്കരുത്. ഇത് ജീവിതത്തിൻ്റെ ഒരു മുഖമുദ്രയാക്കി വെച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. പതിവാക്കായ കുറേയിടവും കിട്ടുന്ന സ്ഥലം നോക്കിയിട്ട് എല്ലാ ദിവസവും അവിടെ പോകരുതേതാ. പതിവാക്കായ കുറേയിടവും കൈകാൽ കഴുകിയും മറ്റും പരിശുദ്ധ വിരാജനായി സംശുദ്ധ ഭക്തിയോടുകൂടി പരിശുദ്ധ വിചാരണ എന്നെ ധ്യാനിച്ചു വേണ്ടോർക്ക് നൽകിത്താനുണ്ടുകൊള്ളണം. ഈ ഭിക്ഷ വാങ്ങി വരുന്നത് ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ അവർക്ക് കൂടി കൊടുത്തിട്ട് നമ്മൾ കഴിക്കാവോ? അപ്പോൾ ഉള്ളതിൽ തൃപ്തി കൊള്ളേണം. പതിവാക്കായി കുറേയിടവും കൈകാൽ കഴുകിയും മറ്റും പരിശുദ്ധ വിചാരണ എന്നെ ധ്യാനിച്ചു വേണ്ടോർക്കു നൽകിത്താനുണ്ടുകൊള്ളണം. ഈ വണ്ണം ഒരിടം തന്നെ തങ്ങാതെ യതിപുങ്കവൻ ശ്രേഷ്ഠൻ പുണ്യതീർത്ഥങ്ങളും മറ്റും കൊണ്ടുപേർ കൊണ്ട നാടിതിൽ. വളരെയധികം പുണ്യതീർത്ഥങ്ങളുള്ള സ്ഥലമാണ് ഭാരതം. അതുകൊണ്ട് ഒരു ഭാഗത്ത് ഇരിക്കരുത്, നടന്നുകൊണ്ടിരിക്കുക. മനസ്സൊന്നിലും ഒട്ടാതെ സഞ്ചരിക്കാം പ്രശാന്തനായി ശാന്തചിത്തനായിട്ട്. യാ ദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത നമസ്തസ്സേ 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 നമോ നമ. ദേവി ഭാഗവതം. മനസ്സൊന്നിലും ഒട്ടാതെ സഞ്ചരിക്കാം പ്രശാന്തനായി ആത്മാനന്ദത്തിൽ മുങ്ങിക്കൊണ്ടെങ്ങെങ്ങും സമദൃഷ്ടിയായി. എല്ലാം ഒരേപോലെ കാണാം. ഏകാന്തവും പുണ്യവുമാമിടം കാണിൽ മഹാമതി ജീവാത്മ പരമാത്മൈക്യ ധ്യാനത്തിൽ മുഴുകിയിടണം. നല്ലൊരു സ്ഥലം കണ്ടുവച്ചാൽ കിട്ടിച്ചെന്ത് ചെയ്യണം? ഏകാന്തവും പുണ്യവുമാം ഇടം കാണിൽ മഹാമതി ജീവാത്മാ പരമാത്മൈക്യം ധ്യാനത്തിൽ മുഴുകിയിടണം. ജീവാത്മാ പരമാത്മാവ് ഐക്യം. പിന്നെ എങ്ങനെ പരമാണുവാണ്, പരമാത്മാവിൻ്റെ അണുവാണ് ആത്മാവ് എന്നൊക്കെ പറഞ്ഞത് വിഡ്ഢിത്തരാണ്. പരമാത്മാവ് തന്നെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ശങ്കരാചാര്യനെ ഭഗവാൻ എന്ന് വിളിക്കുക, പൂർണ്ണത പ്രാപിക്കുകയാണ്. മനസ്സിലായില്ലേ? എമ്മട്ടുണ്ടായി ജീവനു ബന്ധമോക്ഷങ്ങൾ ഈ വിധം. എന്താ ധ്യാനം കൊണ്ട് എന്താ മനസ്സിലാവുക? എമ്മട്ട് ഉണ്ടായി ജീവന് ബന്ധമോക്ഷങ്ങളെ വിധം വിചാരം ചെയ്തു നോക്കേണം വിദ്വാൻ വിജ്ഞാനനിഷ്ഠനായി. വിജ്ഞാനനിഷ്ഠ വിശേഷപ്പെട്ട ജ്ഞാനം കൊണ്ട് മനസ്സിലാക്കണം. വിഷയങ്ങളിലേക്കോട്ടം തന്നെയാം ബന്ധകാരണം. ബന്ധകാരം എന്ന് പറഞ്ഞാൽ വിഷയങ്ങളിലേക്ക് തിരിക്കുക. വിഷയങ്ങളിൽ നിന്ന് നിവർത്തിക്കലാണ് മോക്ഷം. അതാ പറഞ്ഞത്. അത് ഈശ്വരൻ്റെ നേർക്കാണെങ്കിൽ മോക്ഷവും മോക്ഷഹേതുവും. ആസക്തി വിഷയത്തിലാണെങ്കിൽ നാശം. ആസക്തി ഭഗവത് പാദാരവിന്ദത്തിലായാൽ അനശ്വരതയായി. വിഷയങ്ങളിലേക്കോട്ടം തന്നെയാം ബന്ധകാരണം. അത് ഈശ്വരൻ്റെ നേർക്കാണെന്നാകിലോ മോക്ഷഹേതുവും. ആകയാൽ ഇന്ദ്രിയ മനസ്സൊതുക്കു വിമലാശയൻ. ആകയാൽ അതുകൊണ്ട് ഇന്ദ്രിയ മനസ്സൊതുക്കി വിമലാശയൻ തുച്ഛകാമങ്ങൾ നീക്കീടിൽ ആത്മാനന്ദ നിമഗ്നനാം. തുച്ഛമായ കാമനകളെ മനസ്സിൽ നിന്ന് മാറ്റിയാൽ ആ മനസ്സിലെ നീക്കീടിൽ ആത്മാനന്ദ നിമഗ്നനാം. ആത്മാനന്ദത്തിൽ മുങ്ങിക്കുളിക്കാം എന്നാണ് പറഞ്ഞത്. കാമനകളെ കൊണ്ട് മാറ്റാം. ഈ വണ്ണം പുഴയും കുന്നും കാടും പുണ്യാശ്രമങ്ങളും ക്ഷേത്രങ്ങളും മറ്റുമാർന്ന ദേശം ചുറ്റും അസംഗനായി. കൂട്ടുകാരില്ലാണ്ട് നടക്കണമെന്നാ. ഈ വണ്ണം പുഴയും കുന്നും കാടും പുണ്യാശ്രമങ്ങളും ക്ഷേത്രങ്ങളും മറ്റുമാർന്ന ദേശം ചുറ്റാമസംഗനായി വാനപ്രസ്ഥന്മാരിൽ നിന്ന് ഭിക്ഷ വാങ്ങുവതുത്തമം. വാനപ്രസ്ഥത്തിൽ ഇരുന്നിട്ടുള്ളവരിൽ നിന്ന് ഭിക്ഷ വാങ്ങാം. ശില എളുപ്പത്തിലുണ്ടാം ഭക്തി വിശുദ്ധ. ശീല അന്തസ്സാൽ എളുപ്പത്തിലുണ്ടാം ഭക്തി വിശുദ്ധിയും. ഇവിടം കാൺമതാം സൗഖ്യം എല്ലാം നശ്വരമാകയാൽ. ഇവിടം
ഇഹത്തിൽ എല്ലാം കാൺമതാം സൗഖ്യം എല്ലാം നശ്വരമാകയാൽ ആഗ്രഹിക്കായിക യാതൊന്നും ഇഹാമിത്ര സുഖങ്ങളിൽ ജീവന് മോക്ഷം കിട്ടിയാൽ മാത്രമേ ശാശ്വതമായിട്ടുള്ള അനശ്വരത ഉള്ളൂ, ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. ഇനി അതിൻ്റെ അവസാനത്തെ ശ്ലോകം പറയണം 34. പാരൊക്കെയും വാക്ക് മനസ്സ് ഭൂതരൂപാദിയാൽ തീർത്ത വെറും വികാരം. ഈ ഭൂമണ്ഡലത്തിലൊക്കെ എവിടെ പോയാലും പാരൊക്കെയും വാക്ക് മനസ്സ് ഭൂതരൂപാദിയാൽ തീർത്ത വെറും വികാരം. സ്വപ്നോപമം തീരെ ഓർക്കാതെ ആത്മാവിൽ ആനന്ദം നിമഗ്നനാകൂ. ഭഗവാൻ ഉദ്ധവരോട് പറയാം, സ്വപ്നോപമം തീരെ വെടിഞ്ഞ് ഈ കാണുന്ന പ്രപഞ്ചത്തിനോട് ഒഴിവാക്കിയിട്ട് വെടിഞ്ഞ് ഇത് ഓർക്കാതെ ആത്മാവിൽ, അതായത് വിഷയങ്ങളെ ഓർക്കാതെ ആത്മാവിൽ ആനന്ദ നിമഗ്നനാകൂ. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ ദ്വിജത്വാരി സസർഗഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ ഇനി നമ്മൾക്ക് നാളെ 43-ാം സർഗം പറയണം. സന്യാസിയുടെ മഹത്വം എന്താണ് എന്നാണ് നാളെ പറയുക. ആ ഭാഗം 778. ഏവർക്കും ശ്രീഹരിയുടെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാവട്ടെ എന്ന് സ്മരിച്ചുകൊണ്ട് ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നുകൂടി സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.